കഴിഞ്ഞ 2 ടൂർണമെൻറ്റുകളിലും ഞങ്ങളാണ് ഫ്രാൻസിനെ പുറത്താക്കിയത്. ഞങ്ങൾക്ക് ഫ്രാൻസിനെ ഒരു ഭയവുമില്ല. അവരാണ് ഞങ്ങളെ പേടിക്കേണ്ടത്. ലോകകപ്പ് സെമിക്ക് മുൻപായി ആദ്യ വെടിപൊട്ടിച്ചത് ലമീൻ യമാൽ തന്നെയാണ്. ബാഴ്സലോണയിൽ യമാലിൻ്റെ സഹതാരമായ ഫ്രാൻസിൻ്റെ ജുൾസ് കുണ്ടയോട് ഇതിന് മറുപടി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. ലമീൻ യമാലിനെ എനിക്ക് നന്നായി അറിയാം. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന വലിയ ലക്ഷ്യങ്ങളുള്ള വ്യക്തിയാണ് യമാൽ. ജുൾസ് കുണ്ടെ പറഞ്ഞു നിർത്തി. ശരിയാണ്, യമാലിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതിനുശേഷം യമാൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകകപ്പ് ഞാൻ നേടുമെന്ന് തന്നെയാണ് കരുതുന്നത്. യമാലിൻ്റെ വാക്കുകളിൽ അഹങ്കാരമല്ല, അത് ആത്മവിശ്വാസത്തിൻ്റെതാണ്. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് ആദ്യ സെമി കഴിഞ്ഞതോടെ തെല്ലൊരമ്പരപ്പോടെയാണ് എല്ലാവരും ഉള്ളത്. കാരണം ഒരു ടീം വന്ന് ഈ വിധം ഫ്രാൻസിനെ ഔട്ട് ക്ലാസ് ചെയ്യുമെന്ന് ആരും കരുതി കാണില്ലല്ലോ. ഒരിക്കൽ കൂടി പെഡ്രിക്ക് പകരം ഫാബിയൻ റൂയിസിനെ തന്നെയാണ് ലൂയി ഡെലഫിൻഡോ വിശ്വാസത്തിലെടുക്കുന്നത്. 2 കരുത്തുറ്റ ടീമുകൾ വരുമ്പോൾ ഡിഫൻസീവ് ഗെയിമിനേക്കാളേറെ ഓപ്പൺ പ്ലേ ഫുട്ബോൾ കളിക്കാനാണ് സ്പെയിനും ഫ്രാൻസും ഇഷ്ടപ്പെടുന്നതും. മത്സരഫലം നിർണ്ണയിക്കുന്നത് മധ്യനിരയിലായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ച പോലെ സ്പെയിനിൻ്റെ ലോകോത്തര മിഡ്ഫീൽഡ് ടിക്കി ടാക്കയുടെ പരിഷ്കരിച്ച വെർഷൻ്റെ സഹായത്തോടെ ഫ്രാൻസിൻ്റെ മധ്യമുന്നേറ്റ നിരയെ വരച്ച വരയിൽ നിർത്തി. 5 അസിസ്റ്റുമായി ഈ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ റേസിംഗിൽ മുന്നിലുണ്ടായിരുന്ന മൈക്കൽ ഒലീസയെ റോഡ്രി ഒരു മണിച്ചിത്രത്താഴിട്ട് പൂട്ടുന്നുണ്ട്. ബന്ധനസ്ഥനാക്കപ്പെട്ട ഒലീസെ പിന്നീട് ചിത്രത്തിലേയില്ല. നിഴൽ പോലെ റോഡ്രി ഉണ്ടായിരുന്നതിൻ്റെ ചില ഫ്രസ്ട്രേഷനുകൾ ഫൗളിൻ്റെ രൂപത്തിൽ ഒലീസെ കാണിക്കുന്നുമുണ്ടായിരുന്നു. തുടക്കം മുതൽ നിയന്ത്രണം ഏറ്റെടുത്ത സ്പെയിൻ നേരത്തെ തന്നെ സ്കോർ ചെയ്യുന്നുമുണ്ട്. ബോൾ ക്ലിയർ ചെയ്യുന്നതിനിടെ ലുക്കാസ് ഡിന്നെ വരുത്തിയൊരു പിഴവാണ് വിനയായത്. ഓഫ് ദ ബോളിൽ യമാലിനെ ചവിട്ടിയതിന് പെനൽറ്റി കൊടുക്കുകയല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. അതിസമ്മർദ്ദമായ ഗെയിമിലും ഒയർസബാൽ കൂളായി ആക്കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. ടൂർണമെൻറ്റിലെ ഒയർസബാലിൻ്റെ 5ാമത്തെ ഗോൾ. സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഗോൾ കണ്ടെത്താനായിരുന്നു ദശാംസിൻ്റെ മറുതന്ത്രം. പക്ഷേ കൗണ്ടറിന് പന്ത് കിട്ടേണ്ടേ? അത് സ്പെയിൻ കൊടുത്തില്ല. അപൂർവ അവസരങ്ങളിൽ കാലിൽ നിന്ന് പന്ത് പോയ സമയങ്ങളിലെല്ലാം അതിവേഗ പ്രസ്സിങ്ങിലൂടെ സ്പെയിൻ അത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. വില്യം സാലിബ പരിക്കേറ്റ് മടങ്ങിയതും റാബിയോട്ട് മഞ്ഞക്കാട് കണ്ട് പിന്നീട് അല്പം പേടിച്ച് കളിച്ചതുമെല്ലാം ഫ്രാൻസിന് തിരിച്ചടിയായി. 2ാം പകുതിയിൽ സ്പെയിനിൻ്റെ സമഗ്രാധിപത്യമാണ് കണ്ടത്. ഡാനി ഓൽമോയ്ക്കൊപ്പം 1-to-1 കളിച്ച് വിംഗ് ബാക്ക് പെട്രോ പോറോ മുന്നേറുന്നു. യമാലിലേക്ക് പന്തെത്തുമെന്ന് കരുതിയ ഫ്രാൻസ് പ്രതിരോധത്തെ ഛിന്നഭിന്നമാക്കിയാണ് ഓൽമോ ആ പന്ത് തിരികെ പെട്രോ പോറോയ്ക്ക് തന്നെ നൽകുന്നത്. മൈഗ്നാനെ അനായാസം കീഴടക്കി പെട്രോ പോറോ സ്പെയിനിൻ്റെ ലീഡ് ഉയർത്തുന്നു. ഈ ലോകകപ്പിലെ മറ്റു പല മത്സരങ്ങളുമെന്ന പോലെ അവസാന 10 മിനിറ്റിൽ ബലം മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങളിലാണ് പിന്നീട് ഫ്രാൻസ് ആരാധകർ കണ്ണുവെക്കുന്നത്. എന്നാൽ കുറ്റമറ്റ രീതിയിൽ പൊസിഷൻ ഷേപ്പ് ചെയ്ത് സ്പെയിൻ ഒരവസരവും ഫ്രഞ്ച് പടയ്ക്ക് നൽകിയില്ല. ഒലീസെ മാർക്കിങ്ങിൽ വീണപ്പോൾ ഡംബലയ്ക്കോ സാക്ഷാൽ എംബാപ്പയ്ക്കോ അത് മറികടന്ന് മുന്നേറാനും സാധിച്ചില്ല. ബാർക്കോളയ്ക്കും പകരം വന്ന ഡെസറി ദുവയ്ക്കുമൊന്നും ഇത്തവണ ഒന്നും ചെയ്യാനുമായില്ല. ഒറ്റയ്ക്ക് വന്ന ചില ഷോട്ടുകൾ സ്പാനിഷ് ഗോളി ഉനായ് സൈമൻ്റെ പെർഫെക്റ്റ് പൊസിഷനിൽ അപകടം ഉണ്ടാക്കിയതേയില്ല. ആഴ്സണലിൻ്റെയും ബാഴ്സലോണയുടെയും 1ാം നമ്പർ കീപ്പർമാരുണ്ടായിട്ടും എന്തുകൊണ്ട് തന്നെ സ്പെയിനിൻ്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറാക്കിയെന്നത് സൈമൺ ഓരോ മത്സരത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേവററ്റുകളായെത്തി സെമി വരെ ആ ടാഗ് അതുപോലെ നിലനിർത്തിയ ഫ്രാൻസ് ഈ വിധം തല താഴ്ത്തിയത് ഖേദകരമാണ്. ഫ്രാൻസ് മങ്ങി എന്നതിനേക്കാൾ സ്പെയിൻ ഏറെ തിളങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ പൊസിഷനിലും താരങ്ങൾ അവരുടെ റോൾ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. യമാലിൻ്റെ പേരിൽ ഈ മത്സരത്തിലും ഗോളില്ല. പക്ഷേ പെട്രോ പോറോയ്ക്കൊപ്പം റാബിയോട്ടിനെയും ഡിന്നെയെയും ഡ്രാഗ് ചെയ്തതിന് കണക്കിലായിരുന്നു. ബയേന ലെഫ്റ്റ് വിങ്ങിൽ അപകടമുണ്ടാക്കുന്നതിനൊപ്പം ബാർക്കോളയ്ക്ക് പന്തെത്താതെ നോക്കി. ഫാബിയൻ റൂയിസും ഡാനി ഓൽമോയും പെർഫെക്റ്റ് ആയിരുന്നു. ടൈറ്റ് സ്പേസുകളിൽ അവർ കാണിച്ച മെച്യൂരിറ്റിയെല്ലാം വേറെ ലെവലായിരുന്നു. പതിവ് പോലെ കുബാർസിയും ലപ്പോർട്ടയും ഒരാളെയും കടത്തിവിട്ടില്ല. കുക്കുറയുടെ വർക്ക് റേറ്റ് കണ്ട് റയൽ ആരാധകർ ആഹ്ലാദത്തിലാകും. ആൻഡ് ഫൈനലി നമുക്ക് റോഡ്രിയെക്കുറിച്ച് സംസാരിക്കാം. ജേഴ്സി ടക്കിൻ ചെയ്ത് അച്ചടക്കമുള്ളൊരു നല്ല കുട്ടി കണക്കാണ് റോഡ്രി കളത്തിലിറങ്ങുന്നത്. സ്പെയിനിൻ്റെ നീക്കങ്ങളുടെ ചരട് റോഡ്രിയുടെ കയ്യിലായിരുന്നു. ഫ്രാൻസിൻ്റെ അറ്റാക്കേഴ്സിനെ പൂട്ടിയ കോട്ടയുടെ വാതിലിലും അയാൾ കാവലിരുന്നു. അധികം വിസിബിൾ അല്ലാത്ത, അല്ലെങ്കിൽ അധികം പ്രശംസ കിട്ടാത്ത ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ ഏറ്റവും ഗംഭീരമായി തന്നെ ആടുകയാണ് റോഡ്രി. ഒന്നുമില്ലേലും സ്ട്രൈക്കർമാരും ഇടയ്ക്ക് ക്രിയേറ്റർമാരും കൈയടക്കി വെച്ച ബാലൻ ഡിയോർ കഴിവുകൊണ്ട് പിടിച്ചു വാങ്ങിച്ച മുതലല്ലേ അയാൾ. ഫൈനലിലും റോഡ്രി മാസ്റ്റർ ക്ലാസ് പുറത്തെടുത്താൽ ഇത്തവണയും ചിലപ്പോഴത് ആ 16-കാരൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും.